അതായത് EMI ക്രോസ് ഓവർ EMIൻ്റെ മേലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്നായിരിക്കും ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ടൊന്നുമില്ല, ഞാൻ ട്രേഡ് എടുക്കട്ടെ ആദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു ചാൻസ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൂടെ ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചതാണ്. ഇതുകൊണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് 128 എൻട്രി അടിച്ചത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. 128. ഓക്കെ, നമ്മൾ കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് 160 രൂപ പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല, മാനുവൽ എക്സിറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം 161 രൂപ പ്രോഫിറ്റ് നമ്മൾ, അതായത് 10 പോയിൻ്റാണ് SL. ഓക്കെ, 10 പോയിൻ്റ് SL. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആദ്യം ഒരു 100 ക്വാണ്ടിറ്റി, പിന്നെ ഒരു 100 ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ 10 പോയിൻ്റ് SL വെച്ചതിനകത്ത്, അതായത് നമ്മൾ അറ്റ് എ ടൈം 200 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2000 രൂപ ലോസ് വരും. പക്ഷേ നേരെ വർഷം ഇങ്ങനെ ആവറേജ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഓക്കെ, അതാണ് ഇപ്പോൾ 300 രൂപ പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താവും. 750 രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പ്രോഫിറ്റ് റണ്ണാണ് ഇത്. ഏകദേശം ഈ ഒരു ബ്ലൂ ലൈനിൽ തട്ട് പോവുക എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, നോക്കാം എവിടം വരെ പോകും നമുക്ക് നോക്കാം. 926 പ്രോഫിറ്റ് എനിക്ക് കാണാൻ വരുന്നുണ്ടാവും. $1100 വരെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 1000 രൂപ വരെ പ്രോഫിറ്റ് പോയതാണ്. വീണ്ടും ഡൗൺ ആയിട്ട് 176 രൂപയിലാണ് കിടക്കുന്നുണ്ടൊക്കെ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ഓക്കെ, 12-15 ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ചാൻസ് ഉണ്ട് ഏകദേശം ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലോസിലൊരു മാറ്റമില്ല. 600 രൂപ വീണ്ടും ഏകദേശം ഒരു പ്ലസ് 100 റുപ്പീസ് വരെ വന്നാണ്, വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാണാൻ പറ്റും 1000. ഓക്കെ, ഒരു അപ്പോൾ മാർക്കറ്റ് ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ടറിയണം. അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു SL ഹണ്ടിങ് ക്യാൻഡിൽ തന്നെയാണ്. ഏകദേശം എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വീണ്ടും മാർക്കറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടും കൂട്ടി എക്സിറ്റ് ആകാം. ഏകദേശം 10 പോയിൻ്റ് SL ആയിരുന്നു നമ്മൾ വെച്ചത്. 10 പോയിൻ്റ് SL ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ ഏകദേശം ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓപ്ഷനില്ല. ഇനി നമ്മൾ മാർക്കറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ലോസിലായാലും നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടത്. നമ്മൾ എന്തായാലും SL സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മളിനി SL സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഏകദേശം 100 നിങ്ങൾക്ക് കാണാൻ പറ്റും 109 നമ്മൾ SL സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഇവിടെ കാണാൻ വേണ്ടി ഞാൻ SL ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നു പോകും. കാരണം കുറച്ചുകൂടെ SL ഡൗൺ ആയി കൊണ്ടുവന്നു പോകും. ഓക്കെ, ഏകദേശം നമ്മളിവിടെ 109.40 SL ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് SL കുറച്ചുകൂടെ ഒന്ന് കയറ്റി വെച്ചാലെന്ന് ആലോചിക്കുന്നത്. കാരണം വല്ലാത്തൊരു ലോസ് ആയി പോകും നമുക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു റേഞ്ച് SL വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഡൺ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് SL ക്ലിക്ക് ചെയ്തിട്ട് മേലോട്ട് ഡ്രാഗ് ചെയ്താൽ SL മൂവ് ആകുന്ന കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ മോഡിഫൈഡ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ SL അടിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മാർക്കറ്റ് വീണ്ടും ഫോൾഡ് ആയിക്കൊണ്ട് വരുന്നത് നോക്കിക്കോ. 115 SL നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 500 നിങ്ങൾ ആദ്യം തന്നെ കണ്ടിട്ട് ഏകദേശം 1000 രൂപ പ്രോഫിറ്റ് വന്നിട്ട് ഇപ്പം ലോസിലോട്ടാണ് കൺവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്.
കണ്ടോ, ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. 112. ഓക്കെ, നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ കുറച്ച് താഴെ 100 ഇവിടെയാണ് എസ്എൽ. ഓക്കെ, കാരണം ക്യാൻഡിലിൻ്റെ ആ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കറക്റ്റ് റെസിസ്റ്റൻസിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്എൽ ഹിറ്റ് ആവും. ഈ ഒരു ട്രേഡിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോസ് വരാണ്ട്, ഓക്കെ, വലിയൊരു ലോസ് വരാണ്ട് നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, കാരണം ഞാനിപ്പോൾ ആദ്യം ഞാൻ 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ പെട്ടെന്ന് 200 ക്വാണ്ടിറ്റി ട്രേഡ് മാറ്റിയപ്പോൾ നമുക്ക് അതിൻ്റെ അതായത് ലോസും കൂടിയിട്ടുണ്ട്. 2000 രൂപയാണ് ലോസ്. ആദ്യം 1000 രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നേരെ മറിച്ചത് 2000 രൂപ ആണ് ലോസായത്. ലോസായാൽ 2000 രൂപ ലോസാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ SL ഇവിടുന്ന് റെഡി ചെയ്യാൻ വേണ്ടി പോകാണ്. അതായത് മാർക്കറ്റ് വീണ്ടും ഒരു കൺഫർമേഷൻ തരുന്നില്ല. ഓക്കെ, വീണ്ടും ഇവിടുന്ന് താഴോട്ടാണ് വരുന്നത്. നമ്മളിവിടെ നമ്മുടെ SL നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. വലിയ ലോസിലോട്ട് പോകുന്നതിന് നല്ല നമ്മുടെ SL നമുക്ക് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഏകദേശം SL സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നമുക്ക് നേരെ ഇവിടെ നമുക്ക് SL കൊണ്ടുപോകാം. അതായത് 115. ഓക്കെ, 105. കാരണം നമ്മുടെ നിഫ്റ്റി എന്താണ്, നിഫ്റ്റിയിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ വന്നാലും അതൊരു പ്രോപ്പർ ഗ്രീൻ ക്യാൻഡിൽ അല്ല. ഓക്കെ, റിജക്ഷനാണ് കാണാൻ പറ്റുന്നത്. നമ്മളിനി നമ്മുടെ ലോസ് കുറയ്ക്കേണ്ട പരിപാടിയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ SL നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, 120. ഓക്കെ, SL ട്രയൽ ചെയ്ത് നമ്മൾ ഗേറ്റ് ചെയ്ത് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ 116. ഓക്കെ, 116. ഇനി 116 എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെല്ലായിക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അങ്ങോട്ട് യഥാർത്ഥ കഥ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, 161 രൂപ ഇപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. ഏകദേശം നമ്മൾ 2000 രൂപ 3000 രൂപ കണക്കിന് നമ്മൾ മൈനസ് ആണ്. ഇപ്പോൾ 201 രൂപ ലോസാണുള്ളത്. ഓക്കെ, ഒരു 10 പോയിൻ്റ് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ലോസ് ഇല്ലാതെ നമുക്ക് ഇറങ്ങാനും പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്ട് പോകുന്ന ഒരു പണ്ടത്തല്ലേ. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് അടിച്ച് കയറ്റി കയറാനും ചാൻസ് ഉണ്ട്. ആണ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്യാൻഡിൽ എങ്ങനത്തെ ക്യാൻഡിലാണ് വരുന്നത്. ഓക്കെ, ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു 10 പോയിൻറ്റോ 20 പോയിൻറ്റോ എടുക്കാൻ പറ്റിയാൽ അത്രയും ബെറ്ററാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാരണവശാലും ഇനി SL ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടുന്ന് SL അടിച്ച് കഴിഞ്ഞാൽ അത്രയാണ്. അവിടെ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പ്രോഫിറ്റോ ലോസോ ഒന്നുമില്ല. മേ ബി നമുക്ക് ഇനി മേലോട്ടാണ് മാർക്കറ്റ് പോകുന്നത് വീണ്ടും നമ്മൾ SL ട്രയൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, അപ്പോൾ നമ്മുടെ SL ഇവിടെ അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കറക്റ്റ് നമ്മുടെ SL ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഓവറോൾ ലോസ് പറഞ്ഞാൽ 1700 രൂപയാണ് ലോസ് ആയത്. നമ്മുടെ പൊസിഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. എൻ്റെ PNL 1728. ഓക്കെ, 1000 ലോസ്. മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ഓക്കെ, വീണ്ടും നല്ലൊരു റിജക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. ഏകദേശം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11:55 എന്താണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ഏകദേശം 2000-3000 കണക്ക് ലോസ് പോയതാണ്. ഓക്കെ, അത് 1700 നമുക്ക് പിടിക്കാൻ പറ്റിയത് അത്ര നല്ലത്. അപ്പോൾ നാളെ ഒരു അടിപൊളി ട്രേഡിംഗ് കൂടിയായിട്ട് കാണാം.